ഹായ് ഇന്നത്തെ റെസിപ്പി പനീർ വെച്ചിട്ടുള്ള നല്ലൊരു ഐറ്റമാണ് ഡ്രാഗൺ പനീർ. നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെയും കഴിക്കാം. അതല്ല വെറുതെ തന്നെ ഇങ്ങനെ കഴിക്കാൻ തോന്നും കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ്. ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ മൈദയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ചൊരു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കട്ടോ. ഒരുപാടങ്ങ് ലൂസായി പോവരുത്, കുറച്ചൊരു കട്ടിക്കുള്ള ബാറ്റർ ആവണേ. ഇനി ഒരു 200 ഗ്രാം പനീർ എടുത്തിട്ടുണ്ട്. ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കട്ടെ. എന്നിട്ട് ഈ ബാറ്ററിൽ മുക്കിയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടോ. ഈ പനീർ കുറച്ചൊന്ന് ക്രിസ്പി ആയിട്ട് കിട്ടണേ. ഈ പാനിൽ കുറച്ചൊരു ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പം പനീർ ഫ്രൈ ചെയ്ത ഓയിലും കുറച്ചെടുത്ത് ഒഴിച്ച് കൊടുത്തതാണ്. കുറച്ചൊരു കാഷ്യൂനട്ട് ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കണേ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതിട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കട്ടെ. വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഒരു 3 വറ്റൽമുളക് കട്ട് ചെയ്തതും 1 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് ഒരു സവാള നീളത്തിൽ അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവാള ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടണം കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ചൊരു ക്യാപ്സിക്കാണ്. ഞാൻ ഗ്രീൻ ക്യാപ്സിക്കത്തിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്, അതേപോലെ റെഡ് ക്യാപ്സിക്കത്തിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. രണ്ടും നീളത്തിൽ കട്ട് ചെയ്തതാണ്. ഇനി ക്യാപ്സിക്കം ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടണം കേട്ടോ. ഇനി ഇതൊന്ന് 2 മിനിറ്റ് അടച്ച് വെച്ച് കൊടുക്കട്ടെ. ക്യാപ്സിക്കം ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടാനാണ്. ഇതിലേക്ക് വേണ്ടത് കുറച്ചൊരു പൊടികളാണ്. 1 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് പൊടികളൊന്നും വേണ്ട കേട്ടോ ഇതിന്. പിന്നെ വേണ്ടത് കുറച്ചൊരു സോസുകളാണ്. 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് എടുത്തിട്ടുണ്ട്. അതേപോലെ 2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസാണ് വേണ്ടത്. 1 ടേബിൾ സ്പൂൺ സോയ സോസും വേണം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കട്ടോ. ഇതിലേക്ക് ഒരു നുള്ളു പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കട്ടോ. നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. ഞാനിപ്പോൾ കുറച്ചൊരു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കട്ടോ. സോസിലൊക്കെ ഉപ്പുണ്ടാവും. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവർ കുറച്ചൊരു വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ച് കൊടുക്കട്ടോ. ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച പനീർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കട്ടോ. മസാലകളൊക്കെ പനീറിൽ പൊതിഞ്ഞിരിക്കണം. ഇനി 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കട്ടോ. മസാലകളൊക്കെ പനീറിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിൻ്റെ മേലെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച കാഷ്യൂനട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ചൊരു സ്പ്രിംഗ് ഓണിയനും ചേർത്ത് കൊടുക്കട്ടോ. ഇത്രയേ ഉള്ളൂ കേട്ടോ പണി. ഇത് കാണുമ്പം തന്നെ കഴിക്കാൻ തോന്നും കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ കുറച്ചും കൂടി സ്പ്രിംഗ് ഓണിയനും കുറച്ചൊരു വെളുത്ത എള്ളും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ.